So it's time for Dominic and the Ladies Purse. Yeah. आगे देखते हैं investigation क्या चल रही है. And my name is Inder. And my name is Shweta. So let's watch the next scene. Let's watch it. നൈബേഴ്സ് ആയിരുന്നെങ്കിലും അങ്ങനെ വലിയ പൂക്കോലൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അദ്ദേഹത്തിന് ഒരു താല്പര്യമൊന്നും ഞാൻ പറ്റുന്നില്ല. മോർണിംഗ് വാക്ക് സമയത്താണ് കൂടുതൽ ഞാൻ കാർത്തികനെ കാണാറുള്ളത്. അയാള് മ്യൂസിക്കിലൊക്കെ താല്പര്യമുള്ള ഒരാളായിരുന്നു. ചില ക്ലാസിക്കൽ സംഗീതങ്ങളൊക്കെ അവിടെ കേൾക്കാറുണ്ട്. ഈ ഭരതനാട്യമൊക്കെ ഉപയോഗിക്കുന്ന കാർത്തികനെ കാണാൻ വിസിറ്റേഴ്സ് ആരെങ്കിലും വന്നായിരുന്നു? വിസിറ്റേഴ്സ് വളരെ കുറവായിരുന്നു. പിന്നെ കാണാതാവുന്നതിന് 3-4 ആഴ്ച മുൻപ് ഒരു സ്ത്രീ വരാറുണ്ടായിരുന്നു. 2-3 തവണ ഞാൻ കണ്ടിട്ടുണ്ട്. ചെറുപ്പക്കാരിയായിരുന്നു. സാരിയാണ് വെക്കാറ്. അന്ന് ഞാൻ ഈ കാറ്ററാക്ട് സർജറി ചെയ്യാത്തത് കൊണ്ട് കാഴ്ച ഇത്രയും ക്ലിയർ അല്ലായിരുന്നു. പിറ്റേന്ന് ന്യൂ ഇയറിന്റെ അന്ന് ആ സ്ത്രീയെ ഞാൻ അവസരമാണ് കണ്ടത്. അന്ന് അവരുടെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു. ഈ ഡേറ്റ് എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ഓർമ്മിക്കാൻ ചോദിച്ചാൽ അതിനുശേഷം കാർത്തികയുടെ കണ്ടിട്ടില്ല. പിന്നെ കാർത്തിക ശേഷം ആരും വന്നിട്ടില്ല. പ്രകാശ് അസോസിയേറ്റ്സിലെ ദൃശ്യ കാർത്തിക് ലാസ്റ്റ് ഡീൽ ചെയ്ത കേസുകളുടെ ഡീറ്റെയിൽസ് അയച്ചു. നൈസ് കേസ്. I have some data. ഹലോ. Yes, Mr. Dominic. നന്ദ എപ്പോഴെങ്കിലും കാർത്തിക് കൊച്ചി താമസിക്കുന്ന വീട്ടിലുണ്ട്? ഇല്ല, ഞാൻ ആ സമയം കൽക്കത്തയിലായിരുന്നു. ഓക്കെ. പക്ഷെ എനിക്ക് ആ വീടറിയാം. റെന്റ് ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞ് ഓണർ കുറച്ച് പ്രശ്നമുണ്ടാക്കി. എനിക്കിനി ആ വീട് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ വെക്കേറ്റ് ചെയ്തു. ബാലൻസ് എമൗണ്ട് പിന്നീട് ഞാൻ പേ ചെയ്തു. ഓക്കെ. നെയ്ബർ ഫ്രാൻസിസ് പറഞ്ഞ കൺമുട്ടി Ice cream. ചിലപ്പോ അവൾക്കായിരിക്കും കാർത്തിക് ആ സാരി ഗിഫ്റ്റായി വാങ്ങിയത്. 2ാം ക്ലാസ് പഠിക്കുന്ന പിള്ളേര് പറയും. നമുക്ക് ഇവരെ പിന്നാലെ പോയി നോക്കാം. ടോണി, സഞ്ജയ്, ഇബ്രാഹിം. കാർത്തിക് ലാസ്റ്റ് ഡീൽ ചെയ്യുന്ന കേസിലെ ഓപ്പോസിറ്റ് പാർട്ടീസാണ്. ഇവരെ തീരുമാനം ചെയ്യും. ഇവരെ ആക്ടിവിറ്റീസ് ഇവർ പോകുന്ന സ്ഥലങ്ങൾ. ആൻഡ് we can use this to rile them up. അല്ല, സാർ എവിടെ പോകുന്നു? ഞാൻ ആ സമയം തമിഴ്നാട് വരുന്നു, കാർത്തികിന്റെ സ്വന്തം നാട്ടിലേക്ക്. ഒരു മനുഷ്യനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അയാളുടെ റൂട്ടുകളിൽ നിന്ന് തുടങ്ങണമെന്നാണ് ഇൻവെസ്റ്റിഗേഷൻ സയൻസ് പറയുന്നത്. കഴിഞ്ഞതല്ലേ? സാറിന് കഴിക്കാവോ ഡയബറ്റീസ്? എനിക്ക് അതിന് മാത്രം ഷുഗറൊന്നും ഇല്ല. ഐസ്ക്രീം ഒക്കെ കഴിക്കാം. டிராமா கம்பெனி கூட பல வருஷம் ஆச்சு சார். இந்த இடம் தான். நாங்களே இங்க 10 வருஷம் முன்னாடி தான் வந்தோம். சந்திரசேகரன் ஒருத்தர் தான் ஓனர். அவரை கூட அவர் எங்க இருக்க பேசலாம்? அவர் இப்ப இங்க இல்ல சார். அவரோட மனைவி ஒரு வருஷத்துக்கு முன்னாடி இறந்துட்டாங்க. அஸ்திகரகத்துக்கு வாரணாசி வரைக்கும் போனவர் தான். இன்னும் வரல. அவரோட ஃபோன் நம்பர் தான்? ஃபோன் நம்பர் லேண்ட்லைன் நம்பர் இருக்கு. ஆனா அவர் தான் வீட்டுல இல்லையே. வினோரி. யார் சார் இவரு? பேரு கார்த்திக். தெரியல சார். இது என் ஃபோன் நம்பர். ஓகே, ஒரு வந்தா பேச சார். ஓகே சார். சார் இங்க தான் உட்காருவோம் சார். இதான் இந்த பழைய இடம். बहुत ट्रिकी होते जा रही है मूवी एकदम. അവിടെ എന്തായി? ഓസ്ട്രേലിയ വർക്കൗട്ട് ആണോ? സാർ, സഞ്ജയ് ഇബ്രാഹിം ഉണ്ട്. സഞ്ജയ്ക്ക് ഇതിൽ ഇൻവോൾവ്മെന്റ് ഉള്ളതായിട്ട് തോന്നിയില്ല.
പോസ്റ്റർ കണ്ടിട്ടും ആൾക്ക് പ്രത്യേകിച്ച് റിയാക്ഷൻ ഒന്നും ഇല്ല. ബട്ട് ഇബ്രാഹിം മൂപ്പൻ worked with an NGO, right? Is that? യെസ് സർ. സോ ഐ ഗോട്ട് കൺഫ്യൂസ്ഡ്. എനിക്ക് തോന്നുന്നില്ല ആളാണെന്ന്. നമ്മുടെ ഈ പോസ്റ്റർ ഐഡിയ വർക്ക്ഔട്ട് ആവുമെന്ന് തോന്നുന്നില്ല സർ. റിയാക്ഷൻ വെച്ച് ആളെ എങ്ങനെയാ കണ്ടുപിടിക്കുക? You don't worry about that. ടോണിയുടെ സോ ഐ ഫൗണ്ട് ഔട്ട് ദാറ്റ് ഹീസ് ഇൻ ദുബായ്. ഇന്ന് വരും. okay. Okay. I on my way back. See you tomorrow. ഞാനാവും സർ. Oh, okay. Morning, Mr. Tony. Morning. മതില് വൃത്തികേടാക്കിയല്ലേ? നമുക്ക് വേണ്ടപ്പെട്ട ഒരു പയ്യനാ. എന്ത് ചെയ്യാൻ? ഡേറ്റ് തെറ്റാണ്. 2 ദിവസം 2 വർഷം. കൃത്യമായി പറഞ്ഞാൽ 2021 ഡിസംബർ 31. നോർത്ത് നോക്കി ശരിയല്ലേ? അടുത്ത പ്രാവശ്യം പ്രിന്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ചെയ്യണം കേട്ടോ. സാറവന്റെ ഭാവമാറ്റം ശ്രദ്ധിച്ചായിരുന്നു. വേറെ ആർക്കും ഇതുപോലെ റിയാക്ഷൻ ഉണ്ടായിരുന്നില്ല. എന്റെ ഐഡിയ വർക്കൗട്ട് ആകുന്നത് സിമ്പിൾ ഐഡിയ. നമ്മളൊന്നും ചെയ്യണ്ട, അവൻ തന്നെ ചെയ്തു. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ സർ. ഹലോ മിസ്റ്റർ ഡൊമിനിക്. ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. എനിക്കിട്ട് പണിതരാൻ വരുന്നവരെ വരെ ഞാൻ പ്രതീക്ഷിക്കുന്നതാ. ഇങ്ങനെ ഒരാളെ തീരെ പ്രതീക്ഷിച്ചില്ല. വരും. ഇവിടെ കൊച്ചിയിൽ ഒരു ഡാൻസ് പ്രോഗ്രാമിന് വന്നതാ. അപ്പോഴാ ഡൊമിനിക്കിനെ പറ്റി ഓർത്തത്. ചേട്ടനെ പറ്റി എന്തെങ്കിലും പുതിയ ഇൻഫർമേഷൻ കിട്ടിയോ എന്ന് അറിയാൻ വന്നതാ. ഡിറ്റക്റ്റീവ്സിന്റെ പോസ്റ്റർ ആണല്ലോ. നമുക്ക് ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒന്നും കൊടുക്കാനുള്ള ആഡ് കൊടുക്കാനുള്ള ഒപ്പില്ലല്ലോ. As far as the case is concerned, മിസ്റ്റർ ഡൊമിനിക് ഇപ്പോൾ അന്വേഷിക്കുന്നത് പൂജയാണോ അതോ കാർത്തികിനെയാണോ? പൂജയിലേക്ക് എത്തണമെങ്കിൽ കാർത്തികന് എന്ത് സംഭവിച്ചു എന്നറിയണം ആദ്യം. എനി ലീഡ്സ്? വീടുണ്ട്. പ്രകാശിന്റെ ഓഫീസിൽ നിന്ന് കിട്ടിയതാ. ഓൺ മിസ്റ്റർ ടോണി, ഇത് കോർപ്പറേറ്റ്. പുള്ളിക്കാരന് കാർത്തികന്റെ മിസ്സിംഗുമായിട്ട് എന്തോ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട്, ദാറ്റ് ഐ ആം ഷുവർ. പക്ഷെ വേണ്ടത്ര തെളിവാണില്ല. പിന്നെ ഞാനിന്ന് നാഗർകോവിൽ വരെ പോയി. നിങ്ങളുടെ പഴയ നാടക ട്രൂപ്പ് തപ്പി. ഞാനതിന് അഡ്രസ് ഒന്നും പറഞ്ഞില്ലല്ലോ. ഇല്ല, പുള്ളി ട്രൂപ്പൊക്കെ വിട്ട് നാടോട്ട് എങ്ങോട്ടും പോയി. വിളിക്കാനാണ് പോകുന്നില്ല. ഇനിയിപ്പോ ഈ കേസിന്റെ കാര്യം വെച്ച് ആലോചിക്കുമ്പോ പുള്ളിക്കാരന് മിസ്സിംഗ് ഏതാണോ ഭർത്താവ്? This is an interesting place. That's a cute chair. Okay. ആ, നിങ്ങളുടെ നാടക ട്രൂപ്പിന് പഴയ ഒരു ആൽബം അടങ്ങിയെടുത്തു. ചേട്ടന്റെ ഫോട്ടോയൊക്കെ കാണും. ഫോട്ടോസ് ആരാ? ഇവരാണോ? ഒത്തിരി आजा। फेंक दिया ऊपर से नीचे।
ये कहीं होगा portrait वाला ना? हाँ Oh, come on, it's not easy. Just take it out. Ah! അയ്യോ Dominic detective piece of shit. इसको क्यों नहीं किया कुछ? तो वो लड़की है, उसको थोड़ी मारना वो है. भी है. ഹലോ, എന്റെ വീട്ടിന്റെ മുമ്പിൽ നിനക്ക് പോസ്റ്റർ ഒട്ടിക്കുന്നില്ലടാ. നിന്റെ അടിയന്തരത്തിന്റെ പോസ്റ്റർ ഒട്ടിക്കുന്നത് നിനക്ക് കാണണം. അതിനു മുമ്പ് നിന്നെ തീർക്കുന്ന എങ്ങനെയാണെന്ന് നിനക്ക് കാണണോടാ. നിനക്കൊരു ബന്ധവുമില്ലാത്ത കാര്യത്തിൽ നീ ഇനി ഇടപെട്ട അവനെ കാണാതെ പോയ പോലെ നിന്നെയും കാണാം. ഓ, കാണണോടാ നിനക്ക്. Mr. Dominic, are you okay? What's going on? Shouldn't you call the police? No. I'm all right. I'm okay. Are you okay? ഇല്ലെങ്കിൽ കാണായിരുന്നു. ഗുണ്ടാണ്. 5 മിനിറ്റ് ആയി പോരാ. Bro, I'm okay. എനിക്ക് എന്തെങ്കിലും പറ്റിക്കാണെന്നുള്ള പേടിയാ ഭാഗത്ത്. പുറത്ത് നെയ്ബേഴ്സൊക്കെ ബഹളം വെക്കുന്നുണ്ട്. ടോണി നാട്ടുകാരാ. ടോണി ആകെ ഒന്ന് പനിക്കായിട്ടുണ്ട്. ഇതൊക്കെ പുള്ളിയുടെ ചെറിയ നമ്പറാണ്. ഹോസ്പിറ്റലിൽ പോകണ്ടേ? അതിനൊന്നും ആവശ്യമില്ല. നീ സർവീസിലായിരുന്നപ്പോ ഇതൊക്കെ സ്ഥിരം പതിവില്ലേ? ഞാൻ ഈ കൊച്ചിയിലായിരുന്നപ്പോ ഞാനാ ഈ കൊച്ചി ക്ലീൻ ആക്കിയത്. ഒരു സൈഡ് ഞാൻ ഒറ്റയ്ക്ക്, മറ്റേ ഒറ്റയടിക്ക് ഞാൻ എല്ലാത്തിനും കുടിച്ച് മാളത്തിൽ കയറ്റി. അതില്ലേ പോലീസ് അടി ലോക്കൊക്കെ മിസ്സായില്ലല്ലോ അല്ലേ? Bro. ഒന്നുമില്ല. I'm okay. Relax. ഓക്കെ മിസ്റ്റർ ഡൊമിനിക്, എനിക്ക് പോകണം. പ്രോഗ്രാമിന് ടൈമായി. പ്ലീസ് ടേക്ക് കെയർ. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? യുദ്ധം. ഇവനെ ഇവിടെ നിന്ന് പുറത്താക്കിയേ പറ്റൂ. ഹൗസ് ഓണറോട് ഞാൻ പറഞ്ഞു മടുത്തു. എന്താണോ ഇവിടെ ഞങ്ങളെ ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാ. എനിക്ക് എന്ത് തോന്നി? Okay. Thank you so much. Oh, you are okay. സർ, അയ്യോ ഓക്കെ സർ. I'm okay. സാറിന് എന്നെ വിളിക്കാന്നെ? ഐഡിയുടെ തിരക്കിനിടയിൽ അവന്മാർ സമയം തന്നില്ല. അടുത്ത പ്രാവശ്യം ആവട്ടെ, എന്നെ വിളിച്ചറിയിക്കാം. ഇങ്ങനെ ഷെയർ പോയി നേരത്തെ മേടിച്ചു. സാർ, ടോണിയുടെ ആൾക്കാരായിരുന്നു സാർ? അതെ. ഇങ്ങനെ മനസ്സിലായി? ടോണി പറഞ്ഞു. സാറൊന്ന് വേള ചൊറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചത് ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നു. ആണോ? അങ്ങനെ ഓർത്തെങ്കിൽ നേരത്തെ പറഞ്ഞോട്ടേടാ, ഞാൻ പ്രിപ്പയർഡ് ആവില്ലേ? സാർ, നമുക്കിനി കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകണം. ഈ കേസ് അങ്ങ് വിട്ടാലോ? ആ പോസ്റ്റ് സൈബർ സെല്ലിൽ നിന്ന് കിട്ടി. But why did he call you? And what is the connection? Hi. Yes, sir. See Dominic. Yes. ആ ഇൻസ്റ്റാഗ്രാം പേജാണ്. എന്താ Okay.
അതെ, നെറ്റിയിലൊരു മുറിവ്. ഈ ഫോട്ടോയിൽ ആ മുറിവ് കാണുന്നില്ല. ഇത് ഡിസംബർ 31 രാത്രി. ഓക്കെ. ഇത് ജനുവരി 1 വൈകുന്നേരം. ഓ, ഇതിനിടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ആ രാത്രിക്ക് ശേഷം ഈ നിമിഷം വരെ കാർത്തിക് ആരംഭിട്ടില്ല. ഹൗ ഡു യു ഡു ദിസ് സർ? അന്ന് ഞാനും ഈ ഫോട്ടോസൊക്കെ കണ്ടതാ. പക്ഷേ സാറിന് മാത്രം എങ്ങനെ ഇതൊക്കെ? ഇതിൽ നിനക്ക് എന്താ പറയാൻ പറ്റും? പൗരുഷം സാർ. ഈ വാച്ചിന്റെ टाइटन सर. अरे ये भी है ना मार्क, 1 मार्क. എൻ്റെ വാച്ച് കിട്ടിയിട്ട് ഏകദേശം ഒരു 3 മാസമായി കാണും. 2-3 മാസം. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നീ ബീച്ചിൽ പോയി ഒന്ന് വീണു, കാല് തെറ്റി. വാച്ച് ഒന്ന് പൊട്ടിയിട്ടുണ്ട് ചെറുതായിട്ട്. നിന്റെ കയ്യിൽ ഈ വാച്ച് വരുന്നതിന് മുമ്പ് ഇത് മറ്റൊരാളുടെ കയ്യിൽ കിട്ടിയിരുന്നു. അയാളുടെ പേര് അല്ലല്ല കടൽ മണ്ണകത്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ നിന്റെ കൈക്ക് കംഫർട്ടബിൾ ആകാൻ വേണ്ടി നീ ഒരു എക്സ്ട്രാ ഹോൾ ഇതിലിട്ടിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇതിന് മുമ്പത്തെ ഈ വാച്ചിൻ്റെ ഓണർ നിന്നെക്കാളും തടിയനാണ്. നിന്റെ വീട്ടിൽ നിന്നെക്കാളും തടിയുള്ളത് മാർക്കറ്റിൽ ബിസിനസ് ചെയ്യുന്ന നിന്റെ 2 അമ്മാവന്മാർ രാകേഷും ഗോപനും. ഞാൻ എന്ന് പറഞ്ഞപ്പോൾ നിന്റെ മുഖത്ത് യാതൊരു എക്സ്പ്രഷൻ ഉണ്ടായില്ല. ഗോ എന്ന് പറഞ്ഞപ്പോൾ നിന്റെ മുഖം ഇങ്ങനെ തെളിഞ്ഞു. സോ ഇറ്റ്സ് ഗോപൻ ആൻഡ് ഗോപൻ ഓൺലി. ഓക്കെ. പക്ഷേ ഇവിടെ concentration is more important than observation. Sir. When you lose your concentration, your deductions will go wrong. Okay sir. പ്രകാശ് സാറ് വരാൻ ലേറ്റ് ആവും. വെയിറ്റ് ചെയ്യണ്ടെന്നാ പറഞ്ഞത്. ഇല്ല, സാർ വന്ന കാര്യം പറഞ്ഞല്ലേ? ഞങ്ങൾ വേറെ ദിവസം വരാം. അശാനകത്തുണ്ട് അതാണെന്ന് പറഞ്ഞപ്പോൾ നൈസായിട്ട് ഊരിയതാ. Now I am sure that I am on the right track. വരും ചേച്ചി. ഞാൻ എല്ലാ ദിവസവും പോലീസ് സ്റ്റേഷനിൽ പോയി അന്വേഷിക്കുന്നുണ്ട് സാർ. അവിടെയുള്ള എല്ലാ ഓഫീസർമാരെയും കാണുന്നുമുണ്ട്. രാത്രി ആകുമ്പോഴത്തേക്കിനും ഇവളെന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരും. ഇത് ഇവരുടെ ഫാറ്റാണ്. സാധാരണ എവിടെ പോയാലും അവൾ എന്നെ ഫോൺ വിളിക്കുന്നതാ. പക്ഷെ ഇപ്പൊ എവിടെയാ, എന്താ, അവൾ ജീവനോടെ കൊണ്ടുവന്ന് പോലും എനിക്കൊരു കുഴപ്പമില്ല ഇപ്പൊ. സർ, ഈ പോലീസുകാരെ അവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല ഈ കേസ് അന്വേഷിക്കാൻ. എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. സാറ് പൂജ വന്ന് അന്വേഷിച്ചതെന്ന് ജാൻസി എന്നോട് പറഞ്ഞായിരുന്നു. സാറിന് എന്തെങ്കിലും വിവരം കിട്ടിയോ മോളെ പറ്റി? ഒരു കാർത്തികിനെ പറ്റി പൂജ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആ പയ്യനെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ പൂജ പറഞ്ഞനുസരിച്ച് വളരെ പെക്യുലർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു എൻ്റെ. സാധാരണ ഇവളോട് പോലും പറയാതെ 2-3 ആഴ്ചയൊക്കെ ആ ഒറ്റയടിക്ക് മുങ്ങിക്കളയും. പിന്നെ ഒന്നും അറിയാത്ത പോലെ പെട്ടെന്ന് കയറി വരുമെന്ന്. ഇടയ്ക്കിടയ്ക്ക് ഇവർ തമ്മിൽ വഴക്കൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അവർക്ക് പൂജാന്തരാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. 2 വർഷം മുമ്പ് അവർ മൂന്നാറിൽ വെച്ച് മീറ്റ് ചെയ്തിട്ടുണ്ട്. അന്നാണ് അവർ ബ്രേക്കപ്പ് ആകുന്നത്. അതിനുശേഷം കാർത്തിക് മിസ്സിങ്ങാണ്. കാർത്തിക് കാരണം പൂജ മിസ്സായതാണോ, പൂജ കാരണം കാർത്തിക് മിസ്സായതാണോ? നിങ്ങൾ എന്തായി പറയുന്നേ? അവസാനമായിട്ട് പൂജയോട് എന്നാ സംസാരിച്ചത്? അന്ന് രാവിലെ ഫോണില്. പിന്നെ അവള് വാട്സപ്പില് ലിങ്ക്സ് ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് ഡെയിലി അവൾ അയച്ചു തരുന്നതാ. അന്ന് ആ വീഡിയോ ഓപ്പൺ ആവാത്തപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു. പറഞ്ഞു തിരിച്ചു വിളിക്കാം, തിരക്കില്ല
ബസ് സ്റ്റോപ്പിലാ. ഒരു ഫ്രണ്ടിനെ കുറച്ച് ദൂരെന്നാ പറഞ്ഞ. പോയിട്ട് അത് കഴിഞ്ഞ് പാലക്കാട്ട് എന്റെ അടുത്ത് വരാന്ന് പറഞ്ഞ. ഓ സമാധാനം കിട്ടിരിക്കെ ഒളിഞ്ഞു വരുന്നേ. ആ പേഴ്സില്ല എൻ്റെ കൊടുത്തേ. പൂജയുടെ പേഴ്സാ. देखिए ना उनके बाजू में ओ तेरी ये क्या पूरी मूवी घूम गई है अभी. पर्स एक्चुअली हॉस्पिटल में पूजा ने नहीं छोड़ा, एक चोर ने छोड़ा है. अरे अभी तो और थोड़ा डिफिकल्ट हो जाएगा मैनेज करना. फोन भी लेके गया वो पर्स में से, तो फोन इज मोर इम्पोर्टेंट. शायद मेरे को लग रहा है पूजा को कार्तिक के बारे में कुछ पता चला हो. मे बी दैट कैन बी पॉसिबल. पर देख रहे हो वो एक्चुअली बाजू में खड़ी थी पूजा वो सीन के टाइम पे. पर्स उठा के दिया था, मेरे को याद है. वो आई थिंक तो फर्स्ट सीन ही है जब ये लोग ये वो होटल में गए थे ना. वो होटल में उससे पैसा लिया था 50,000. वो टाइम का बात है शायद से. ओ तेरी बट ऑल आर फिश. मेरे को यार उसकी सिस्टर का भी एक्सप्रेशन अजीब लगा. यार दैट्स व्हाट सिस्टर टोनी, फिर वो प्रकाश जो एनजीओ का वाला है, वो सारे बोलते ना एवरीवन इज. अब एंड में ना वो पता चलेगा व्हाट विल हु इज द लाइक किसने क्या किया. और लेकिन क्या क्या चोट है किधर. अरे बट वो एक बंदा बोला ना वो सूटकेस ड्रैग करके जा रही है और साड़ी में और अब तक एक ही बंदी साड़ी में देखी उसकी बहन. वो यही है. हाँ चलो देखते हैं अभी नेक्स्ट क्या होगा. सो एक्साइटेड. मीनवाइल टेक केयर. बाय बाय.